ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കൾ: ഡാരോൺ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്ട്സ്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച സർവകലാശാല കേരള സർവകലാശാല. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില ഥാപ്പറിന്. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായ ലോക്സഭാംഗം NK പ്രേമചന്ദ്രൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി ഇ-മോചൻ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രൻ. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റ്. ഹരിയാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് നയാബ് സിംഗ് സൈനി. പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഒമർ അബ്ദുള്ള. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതി ഐഷാന്ത് അസീമ. തീരരക്ഷാസേനാ മേധാവിയായി ചുമതലയേറ്റത് പരമേശ് ശിവമണി. ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്ത വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റ് ലു വോങ് കുവോങ്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ 16ാം ഉച്ചകോടി നടക്കുന്നത് എവിടെ? റഷ്യൻ നഗരമായ കസാനിൽ. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ. സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ച കോളേജ് മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ് കുമാറിന്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിൻ്റെ ദയാവധം നോവലിന്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് കപ്പുയർത്തിയത്. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പ്രണബ് ജോനാഥ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9000 തികച്ച ഇന്ത്യക്കാർ. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ഇന്ത്യയുടെ വിരാട് കോഹ്ലി. 2026 ലോകകപ്പ് ഫുട്ബോൾ നടത്തപ്പെടുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലാണ്? USA, കാനഡ, മെക്സിക്കോ. T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ ലഭിച്ചത് സിംബാബ്വേക്ക്.
ഗാസിയയ്ക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. ബാലൺ ദ്യോർ 2024. മികച്ച പുരുഷ താരം റോഡ്രി. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി. മികച്ച പരിശീലക എമ്മ ഹയേസ്. മികച്ച യുവതാരം ലാമിൻ യമാൽ. ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെന്നിഫർ ഹെർമോസോ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ. സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ്. പൊതുനന്മയ്ക്കായി ഏതു സ്വകാര്യ സ്വത്തും സർക്കാരിനെ ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ചത് കേരള ഹൈക്കോടതി. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 47ാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ്. സൗരയൂഥത്തിന് പുറത്ത് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം POI 6651b. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഡ്രോൺ ഏകലവ്യ. ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്. UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടിയ നഗരം തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മലയാളിയായ സഞ്ജു V സാംസൺ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ലഭിച്ചത് ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിന്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത് അസർബൈജാനിലെ ബാക്കുവിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരം ജില്ല. അത്ലറ്റിക്സിൽ കിരീടം നേടിയത് മലപ്പുറം ജില്ല. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിന്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണന്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരം
ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ തായ്ലൻഡ് വിദേശകാര്യമന്ത്രി മാരീസ് സംഗിയാപോങ്സ്.